അപ്പോൾ ഇതാ ഇന്നും രാവിലെ തന്നെ ഇതാ ഞാൻ പൊടി കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണ്ട അത് തന്നെ നമ്മുടെ ദോശ കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് പൊടി കലക്കിയെടുത്തു. അടുപ്പത്ത് ചട്ടി വെച്ച് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കറിയായിട്ട് നമ്മൾ അതിലേക്ക് ബാജിയാണ്, ഉരുളക്കിഴങ്ങ് ബാജി. ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളക് കുരുമുളക് പൊടിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് കുക്കറിൽ അങ്ങനെ കൂക്കിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ദോശ ചൂടാണ് കേട്ടോ. അപ്പോഴേക്കും ഓള് മദ്രസിട്ട് വന്നേ പാടെ എന്നെ വിശക്കുണ്ട് മിച്ചിയെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വേഗം മറ്റേ അടുപ്പത്ത് തൂമിച്ചെടുക്കാമെന്ന് കരുതി. ഇനി നേരം വേകണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിക്ക് കടുകിട്ടു, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊന്ന് ജസ്റ്റ് വെന്തപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തടുപ്പിൽ നിന്ന് അപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ഇതാ നമ്മൾ കറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഉരുളക്കിഴങ്ങ് അങ്ങനെ നന്നായിട്ട് ഉടയും വേണം, അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ ഒഴിക്കണത് തീരെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അത് സെറ്റായി ഏറ്റവും ലാസ്റ്റത്തെ അപ്പവും ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഇതൊക്കെ കൂടി ഇതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു. പിന്നെ അപ്പവും ചുട്ടതൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് ഏറ്റവും ലാസ്റ്റ് ഒരിക്കൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതുമ്പോൾ ഇപ്പം നല്ല കട്ടൻ ചായൻ്റെ ആളായിട്ടുണ്ട്. ഒക്കെ ഒരു 2-3 ഗ്ലാസ് ചായയെങ്കിലും കിട്ടണം. ഒന്നാമത് എനിക്ക് തോന്നുന്നു മദ്രസിട്ട് വരുമ്പോൾ ഭയങ്കര ഇതാണ്, മദ്രസിൽ ഫാനൊന്നുമില്ല, ഭയങ്കര ചൂടെടുത്ത് വിയർത്താണ് വരിക. അപ്പോൾ പിന്നെ ഞാൻ ചായ ഇഷ്ടമില്ലെന്ന് കരുതിയിട്ട് അധികം മധുരമൊന്നുമില്ല, ഒരു കപ്പിക്ക് 2-3 സ്പൂൺ ഇടുള്ളൂ. പിന്നെ ഞാൻ ഓളോട് ഇതാ ചായ അവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഓളെ കൈ ആ ചായ ഉണ്ടാക്കിയ കപ്പുമ്പോൾ തട്ടിയിട്ട് പൊള്ളിട്ടോ. ആദ്യമൊക്കെ ഓള് കരച്ചിൽ പിടിച്ച് വെക്കാൻ നോക്കിയെങ്കിൽ അവസാനം പൊട്ടിപ്പോയി കരയണുണ്ട്. ഞാൻ വേഗം ഫ്രിഡ്ജിലുണ്ട്, ഐസ് ക്യൂബ് ഉണ്ട്, ഇതെടുത്ത് കൈമേൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതിന് മാത്രമൊന്നുമില്ല, ജസ്റ്റ് ആ ചായപാത്രത്തിൽ ഒന്ന് തട്ടിയിട്ടുള്ളൂ. പക്ഷേ ഓക്ക് വേദന സഹിക്കാൻ വയ്യാട്ടോ. പിന്നെ വേഗം കുറച്ച് നേരം ഐസ് ക്യൂബൊക്കെ വെച്ച് പിന്നെ ഐസ് ക്യൂബ് കൊണ്ട് മുഖത്ത് കഴുകി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയതാ. രണ്ടാളും കൂടി ചായ കുടിക്കാനിരിക്കുന്നുണ്ട്. ഇനി ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കട്ടെ. അപ്പോൾ വേഗം പാലൊക്കെ എടുത്ത് വന്നപ്പോഴാണ് നീനുട്ടി വിളിച്ചത് കേട്ടോ. ഫോൺ വിളിച്ചത് ഓക്കുന്ന 12 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ എണീറ്റ് എന്നെ വിളിച്ചതാണ്. ഇന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഉണർത്താറാണ് പതിവ്. ഇന്നോള് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇപ്പം എന്നെ വിളിച്ചതാണ് കേട്ടോ. പിന്നെ അവളോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലൊരു കപ്പ് എടുത്തിട്ട് ഒഴിച്ചു, പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ടെടുത്തു, ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ട് ഓളോടും ചായ എന്തെങ്കിലും കുടിക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒക്കെ രാവിലെ കഴിക്കാനായിട്ട് ഞാൻ ബദാമും ഇതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചോളൂ, ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ ഫോൺ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചായയൊക്കെ എടുത്ത് കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുടിക്കാൻ വന്നപ്പോഴേക്കും ഇപ്പച്ചും ആളൊക്കെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. പിന്നെ അവരുടെ ഇതുമൂൻ്റെ പ്ലേറ്റ് ഓളനെ കൊണ്ടുപോയി കഴുകി വെക്കും കേട്ടോ. ഓളോട് ഞാൻ അങ്ങനെ ശീലാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ അത് കൊണ്ടുവച്ചിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് അതിന് ശേഷം ഞാനത് ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിട്ട് കാണാൻ.